നമ്മുടെ അനു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുമായിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. 2 ആഴ്ചയും കൂടെ ബാക്കി, 2-3 ആഴ്ചയും കൂടെ ബാക്കിയുള്ളൂ. എന്താണ് സ്ട്രാറ്റജി എന്നും കൂടെ പറയാം. ആര് വിളിച്ചിട്ട് മിണ്ടണില്ല, മൈൻഡ് ചെയ്യണില്ല, ചിരിക്കണില്ല. ആകെ കൂടെ ഇപ്പം ആകെ ഒരു ശോകം മട്ടാണ് മാറിയിരുന്നത്. ഇങ്ങനെ അനു അനു ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് എപ്പോൾ മാറുന്നൊന്നും ഒരു പിടിയില്ല. വിളിച്ചിട്ട് മിണ്ടുന്നേ ഇല്ല. പിന്നെ ആദില മോട്ടിച്ച കാര്യം അനുവിനോട് അക്ബറിനോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് അക്ബർ അവിടെ കരച്ചിലായി പിടിച്ചിലായി, എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ അക്ബറും. ഇതിൻ്റെ ഇടയിൽ കൂടെ 2ാമത്തെ റൗണ്ട് കഴിഞ്ഞായിരുന്നു. അതിലെത്ര പോയിന്റ് കിട്ടിയെന്ന് പറയാം. അതിനകത്ത് കുറച്ച് ആൾക്കാർക്ക് പണിയും കിട്ടിയിട്ടുണ്ട്. എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ അനു രാവിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് 2 സൈഡിലും മുടിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാൻ, പക്ഷെ ഒരാളോടും മിണ്ടണില്ല. മിണ്ടണില്ല, ഒറ്റപ്പെട്ട് മാറിയിരിക്കുകയാണ് അങ്ങോട്ട്. അനു ഇങ്ങോട്ട് പാടി ഒരു കാര്യം ചോദിക്കട്ടെ. ആകെ കൂടി ഈ ഒരു മുഖഭാവമാണ്, പുച്ഛഭാവം. ഇങ്ങോട്ട് നോക്കുന്നത് ക്യാമറേനെയാണ്. ക്യാമറ വിയേർഡ്. ഇപ്പം നിങ്ങൾക്ക് പല ആംഗിൾ ലൈവാണ് കാണേണ്ട കേട്ടോ, അതാണ് രസം. അനു 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 എടി ഇങ്ങോട്ട് നോക്കാൻ, ഇങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ മറ്റേ ബൗളിലെ എത്ര അരി ഇടണം എന്ന്. അയ്യോ അനു ഒരു കാര്യം പറയട്ടെന്ന്. ഇങ്ങോട്ട് നോക്കാനല്ലേ പറഞ്ഞു. അനു ഇങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിഞ്ഞു പോലും നോക്കണില്ല, ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്നുണ്ട്. ഇവർ പോയി വിളിച്ചിട്ടും വരുന്നില്ല. ഇനി വരൂ അനു വരൂ എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. ഒറ്റപ്പെടലിൻ്റെ അങ്ങേ അറ്റത്തിലേക്ക് പോയിരിക്കുകയാണ്. മിണ്ടുന്നേ ഇല്ല. ഇനി രാത്രിയാകുമ്പോൾ മിണ്ടുമായിരിക്കും. ആദിലയൊക്കെ പറയുന്നുണ്ട്, അവളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3ാമത്തെ ആഴ്ചയും ദൈവമേ കഷ്ടം തന്നെ കേട്ടോ. പാവം എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആരിനൊക്കെ പോയിട്ട് എൻ്റെ പൊന്നെ അനു ഒന്ന് വാ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാങ്ങിൽ ചേര്. അപ്പോൾ ഉടനെ എൻ്റെയൊക്കെ ഗ്യാങ്ങിൽ ചേർന്നേക്കാട്ടിയും അതാ ഞാൻ എടി കുരുതി ഗ്യാങ്ങിൽ ചേരാടി. കുരുതി ഗ്യാങ്, അതായത് കുരുതി ഗ്യാങ് ആണല്ലോ അക്ബറും ആരിനൊക്കെ ഉള്ളത്. എല്ലാവരും പൊക്കോണ്ടിരിക്കണ ഗ്യാങ്, ഔട്ടായി പോണ ഗ്യാങ്. അപ്പം കുരുതി ഗ്യാങ്ങിൽ ചേരാം. കൂടെ മിണ്ടി ഇതാണ് ഈ ഗ്യാങ്ങിൽ ചേർന്നേക്കാട്ടിയും വരെ ഞാൻ ഇവിടെ നിന്ന് വിറ്റായി പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കണത്. മൈൻഡൊന്നുമില്ല, ആകെ കൂടെ ആരെയും മൈൻഡൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ പോയി നിൽക്കും. ഒറ്റയ്ക്കാ നിൽക്കുള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിൽക്കൂല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനി എപ്പോൾ തീരുന്നൊന്നും അറിഞ്ഞൂടാ. ഇവിടെ ആദില പോയിട്ട് ആദ്യം ആര്യനോട് പറയുന്നുണ്ട്. ഈ ആര്യനാണെങ്കിൽ പണി കിട്ടിയല്ല, അവൻ്റെ കള്ളത്തരം പിടിച്ചു. അതിന് മുന്നേ അതിൻ്റെ കൂടെ പണി കിട്ടി. ഉരുളക്കിഴങ്ങ് ഉള്ള കറി കഴിക്കാൻ പാടില്ല, കംപ്ലീറ്റ് വെജ് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും കൂടെ ആര്യനെ പോയി കളിയാക്കുന്നുണ്ട്. അവിടെ നിനക്കൊന്നും തരൂല. നിവിനാണെങ്കിൽ മനഃപൂർവ്വം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് കറിയിലിട്ടു. അപ്പോൾ പിന്നെ ആ കറി കഴിക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ മുളക് തിരുമ്മി കഴിക്കേണ്ടി വരും. പരിപ്പ് ഫുൾ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവൂ. അപ്പോൾ ആര്യന് ഭയങ്കര ഡൗട്ടാണ് ഇത് എപ്പോഴാണെന്നുള്ള പണി. എത്രത്തോളം ആര്യം വിചാരിച്ച് ഇന്നത്തേക്ക് മാത്രമാണെന്ന്. പക്ഷേ ബിഗ് ബോസ് അടുത്ത് പറയുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യണം. ദീപാവലിയും കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ആദില മോഷ്ടിച്ച കാര്യം ആര്യനോട് പോയി പറയുന്നു. കാര്യം ഇപ്പോൾ ഏകദേശം 2 പേരും ഒരുപോലെ ആയല്ലോ. കാര്യം ആര്യനെ ഒളിപ്പിച്ച് വെച്ചല്ലോ. അപ്പോൾ 2 പേരും സ്വന്തം ഇത് പങ്കുവെക്കുകയാണ്. അപ്പോഴാണ് ആര്യം പറഞ്ഞ അക്ബറിനോട് പോയി. അങ്ങനെ അപ്പോൾ അക്ബറും ആര്യനും നിവിനും അവിടെ ഇരുന്നപ്പോൾ ആദില അക്ബറിനെ കാണാൻ പോയി. അപ്പോഴാണ് അക്ബറിൻ്റെ ഗഗന കഥകൾ അക്ബർ തുറന്ന് പറയുന്നത്. അതായത് അപ്പോൾ ആദില പറയാണ്, അതായത് ഞാനിങ്ങനെ എടുത്തു, വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ അവിടെ നിന്നപ്പോൾ നിങ്ങൾ എന്നെ ഉന്തി. ഉന്തിയതിൻ്റെ വിഷമം കൊണ്ട് ഞാനിങ്ങനെ ഒരു വാശി കൊണ്ട് എടുത്തു പോയതാണ് കേട്ടോ. അക്ബർ കുറച്ചു നേരം മിണ്ടായിരുന്നു, ഒന്നും മിണ്ടണില്ല. എന്നാലും നീ ഇങ്ങനെ കാണിച്ചല്ലോടി എന്നൊക്കെ നിവിൻ അവിടെ നിന്നുണ്ട്. അപ്പോൾ അക്ബർ, എനിക്ക് മനസ്സിലായി, എന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് അക്ബർ അങ്ങ് കരയാൻ തുടങ്ങി. ലക്ഷ്മി തിരിഞ്ഞിരിക്കുന്നു എന്നെ കാണുമ്പോൾ. ലാലേട്ടൻ വന്ന് പറയുന്നു, നിങ്ങൾ എനിക്ക് സ്പേസ് തന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് സ്പേസ് തരുന്നില്ല എന്ന് പറഞ്ഞ് അക്ബർ കരയുന്നു. അപ്പം നിവിൻ, അതിന് നീ എന്തിനാടാ കരയുന്നത്? അക്ബറിൻ്റെ അടുത്ത്. അക്ബർ, ഞാൻ നിങ്ങളെക്കാട്ടിയും വലിയ ഗെയിമറൊന്നുമല്ല, ഞാൻ എൻ്റേതായി കളിച്ച് പോകുന്നുണ്ട്. അപ്പം ദൂരെ അങ്ങ് ആംഗിളിൽ അനു ഒറ്റയ്ക്ക്. അപ്പോൾ അക്ബർ, ഞാൻ നിങ്ങളെക്കാട്ടിയും വലിയ, അപ്പം ഞാൻ ആരിനോടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളോട് മിണ്ടരുതെന്ന്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് പറയാനും പോയിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി മനസ്സിന് അത്ര കട്ടിയുള്ള ആളൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞ് അക്ബർ കരയാൻ തുടങ്ങി. അപ്പോൾ ആദില പറയുന്നു, അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഹാർട്ടിൽ വെക്കരുത്. ഇല്ല, എനിക്ക് പല കാര്യങ്ങളും ഹേർട്ടാവുന്നുണ്ട്, നിങ്ങൾ എന്നോട് കാണിച്ച പല കാര്യങ്ങളും ഹേർട്ടാവുന്നുണ്ട്. അപ്പോൾ ആദില, അത് പേഴ്സണലി എടുക്കുന്നത് എന്തിനാണ് ഇക്ക? അങ്ങനെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയി. അപ്പോൾ ആര്യൻ, ഇത് നന്നായി, ഇത് ആതിര വന്ന് ഇങ്ങനെ സംസാരിച്ച വളരെ നന്നായി. ഇനി ആതിരയുടെ ആക്ടിങ് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കാര്യം പറയാൻ പറ്റില്ലല്ലോ. കാര്യം അവിടെ ആർക്കും ആരും ഇല്ല.
അപ്പോൾ അക്ബർ എവിടെ നിന്ന് അതായത് ഇവിടെ ലക്ഷ്മിക്ക് മാത്രമാണ് എടി പൊടി എന്നൊക്കെ വിളിക്കുന്നതിൽ പ്രശ്നമുള്ളത്, നിങ്ങളെക്കൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ലായിരുന്നു, അതാണ് എടി പൊടി എന്നൊക്കെ നിങ്ങളെ വിളിച്ചത്. അപ്പോൾ ആര്യൻ പിന്നെയും അക്ബറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എന്നോട് എത്ര ദിവസം സംസാരിക്കാമായിരുന്നു എന്നറിയാമോ ഇവർ. അത് കഴിഞ്ഞ ശേഷം ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ച് കരയല്ലേ എന്നാ ടിഷ്യൂ പേപ്പർ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് അക്ബർ കരഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് ബ്ലൈൻഡ്സ് പൊങ്ങുന്നത്. ബ്ലൈൻഡ്സ് ഇട്ടേക്കായിരുന്നു അടുത്ത ടാസ്കിന് വേണ്ടിയിട്ട്. അങ്ങനെ ബ്ലൈൻഡ്സ് പൊങ്ങും. അപ്പോഴത്തേക്കും വാഷ്റൂമിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ ബസർ അടിക്കുകയാണ്. ഉടൻ തന്നെ ബസർ അടിച്ചു. ഈ അനീഷിന് നോക്കാൻ അറിയില്ല കേട്ടോ കോയിൻ. അനീഷിൻ്റെ കട്ടിലും അനുവിൻ്റെ കട്ടിലും ഇട്ട് ഒരു കളിയുമില്ല. ഇത് സ്പീഡിൽ എല്ലായിടത്തും പോയി ഇങ്ങനെ പൊക്കി നോക്കണം. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കോയിൻസ് കിട്ടുള്ളൂ. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കോയിൻ കിട്ടൂല. അപ്പോൾ നന്നായിട്ട് കളക്ട് ചെയ്ത ആൾക്കാരെ ഞാൻ പറയാം. അനു, അതുപോലെ തന്നെ ആര്യൻ, ഷാനവാസ്, ഇവരൊക്കെ നല്ല ചടുലതയോടുകൂടിയാണ് ഓരോന്നും പോയി എടുത്തത്. സ്പീഡാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കൂടുതൽ സ്പീഡ് ചെയ്യണം, മനസ്സിലായില്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ കോയിൻ എടുത്താൽ പണിയും കിട്ടും. അപ്പോൾ ഇവിടെ അക്ബർ ഇടയ്ക്ക് കൂടെ കത്തിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അക്ബറെ കത്തി താഴെയിടറാ ബിഗ് ബോസ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തുന്നു. ഓരോരുത്തരുടെ പോയിന്റ്സ് ഞാൻ പറയാം. ലക്ഷ്മിക്ക് 8 പോയിന്റ്, 4 കോയിൻസാണ്. അനീഷ് 5 കോയിൻ കിട്ടി, അതിൽ 7 പോയിൻ്റാണ് കിട്ടിയത്. ഒരു പണിയെന്ന് പറഞ്ഞാൽ ഓരോ നേരവും 3 പേർക്കായിട്ട് തന്നെ ഫുഡ് ഷെയർ ചെയ്യണം, അതാണ് പണി. എനിക്കിത് പണിയൊന്നും അല്ല ബിഗ് ബോസ്. അത് കഴിഞ്ഞ് ഷാനവാസ് 15 കോയിൻ കളക്ട് ചെയ്തു കേട്ടോ, അതിന് 19 പോയിന്റ് കിട്ടി, വെരി ഗുഡ്. ആര്യൻ 14 കോയിനേ കിട്ടിയുള്ളൂ, ആര്യന് 20 പോയിൻ്റാണ് കിട്ടിയത്. അപ്പം ആര്യൻ ചോദിക്കാണ്, പൊട്ടാറ്റോ മാറ്റിയിട്ട് ആ കറി കഴിക്കാമോ ബിഗ് ബോസ്? പറ്റത്തില്ല. ഓ ശരി. അത് കഴിഞ്ഞ് അക്ബറിന് 5 കോയിനേ കിട്ടിയുള്ളൂ, 8 പോയിൻ്റാണ് കിട്ടിയത്. സാബുമാൻ കളക്ട് ചെയ്തത് 5 കോയിൻ, 9 പോയിന്റ് കിട്ടി. നൂറയ്ക്ക് 6 കോയിൻ 9 പോയിന്റ് കിട്ടി. ആദില കളക്ട് ചെയ്തത് 7 കോയിൻ 12 പോയിന്റ് കിട്ടി. നിവിൻ കളക്ട് ചെയ്തത് 8 കോയിൻ. അപ്പോഴത്തേക്ക് ഇവിടെ ലക്ഷ്മി, നിവിൻ നേരത്തെ സ്ക്രാച്ച് ചെയ്യണം ഞാൻ കണ്ടു, കൂടുതൽ കള്ളക്കളിയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല, ഓക്കെ ഉണ്ടെങ്കിൽ അങ്ങ് നന്നായി പോയി, ലക്ഷ്മിയെ സ്ക്രാച്ചിങ് കുറച്ച് കൂടുതലാ എന്നും പറയുന്നുണ്ട് നിവിൻ. അപ്പോൾ നിവിൻ ആരെന്നൊക്കെ പറഞ്ഞ കണ്ടസ്റ്റൻസ് അവർ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന കണ്ടസ്റ്റൻസാണ്. അനു, ഇവരൊക്കെ ഈ സീസണിൽ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇഷ്ടം പോലെ കണ്ടസ്റ്റൻസ് റിയലാ. കണ്ടസ്റ്റൻസിൻ്റെ നെഗറ്റീവ് സൈഡ് കാണിച്ച് കളിക്കുന്ന കണ്ടസ്റ്റൻസാണ് ഈ സീസണിലുള്ളത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായി? നെഗറ്റീവ് സൈഡ് കാണിച്ച് കളിക്കുന്ന കണ്ടസ്റ്റൻസാണ് ഉള്ളത്. വളരെ റെയറാണത്. എനിക്ക് തോന്നുന്നു സീസൺ 2 കൂടി അത് തീർന്നു. 2 പിന്നെ ആരും കളിച്ചിട്ടൊന്നുമില്ല. നെഗറ്റീവ്സ് അത് കഴിഞ്ഞാണ് പിന്നെ സേഫ് ഗെയിമേഴ്സ് വന്നത് പേടിച്ചിട്ട്. പക്ഷേ ഈ സീസണിൽ മിക്ക ഫേക്കായിട്ടുള്ള കളിക്കാരും സേഫ് ആയിട്ടുള്ള കളിക്കാരും വളരെ കുറവാണ്. ഈ സീസണിൽ സേഫ് കളിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. മിക്ക ആൾക്കാരും റിയൽ കണ്ടസ്റ്റൻസാണ്, റിയൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അത് നെഗറ്റീവ് സൈഡ് കാണിച്ച് കളിക്കും. നെഗറ്റീവ് ആൾക്കാർ എന്ത് വിചാരിക്കണം അതൊന്നും നോട്ടമില്ല. അല്ലെങ്കിൽ ആൾക്കാരെ കുറച്ച് സോപ്പിട്ട് നിർത്താം, പ്രേക്ഷകരെ കുറച്ച് സോപ്പിടാം, അങ്ങനെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് വളരെ കുറവാണ്. അങ്ങനെ നോക്കിയിട്ട് കുറച്ച് അല്ലാതെ തന്നെ നെഗറ്റീവ്, അതായത് ഈ ആര്യൻ അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഭയങ്കര നെഗറ്റീവ് വശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇച്ചിരി നല്ലത് കാണിക്കും നെഗറ്റീവ് ആവും, ഇച്ചിരി നല്ലത് കാണിക്കും നെഗറ്റീവ് കാണിക്കും. നിവിൻ പിന്നെ പറയണ്ട, നിവിൻ എന്തോ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തരൂലടി നിനക്ക്. മറ്റ് സീസണിലൊന്നും ഇങ്ങനെ പറയൂല, നന്മ മാത്രമേ വന്നുള്ളൂ. നന്മമരം ആവാനാണ് കൂടുതൽ ആൾക്കാരും വന്നത്. നന്മമരംസ് കുറഞ്ഞ സീസണായത്. നന്മമരം കുറഞ്ഞ സീസണാണ്, ഏറ്റവും കുറഞ്ഞ. അതൊരു പോസിറ്റീവ് പോയിന്റ് ആട്ടാ. മറ്റേ ഓവർ നന്മമരം, അയ്യോ എല്ലാം നിങ്ങൾക്ക്, ഞാൻ എല്ലാം, അങ്ങനെ ഉള്ളത് കുറവാണ് ഈ സീസണിൽ. ഒക്കെ നന്മമരം കാണിക്കുമ്പോൾ ആ പ്രേക്ഷകർ അതിൽ കൂടുതൽ വീഴും. പ്രേക്ഷകർക്ക് അറിയില്ല, പ്രേക്ഷകരായിരിക്കും എന്ത് നല്ല മനുഷ്യൻ, അങ്ങനെയുള്ളത് കുറവാണ്. അത് നല്ല കാര്യമാണ് കേട്ടോ, ഒന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല കാര്യമാണ്. പിന്നെ ഇവർ നെഗറ്റീവ് ആയിക്കോട്ടെ, അവർക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ. അപ്പോൾ നിവിൻ ഇവിടെ ഇരുന്ന് ചുരണ്ടിയിട്ടാണ് ഇത് അവിടെ കിടന്ന് നെഗറ്റീവ് ആയത്. ആരും നെഗറ്റീവ് ഒന്നും ആയിക്കോട്ടെ, അവർക്ക് പ്രശ്നമാണെങ്കിൽ നമുക്കൊന്നും കുഴപ്പമില്ലല്ലോ. എന്ത് പറയാം, കാര്യം അവർക്ക് താല്പര്യമാണ്. അവർക്കപ്പോൾ ഇന്ന് ആര്യനോട് ഒരു കാര്യം ചോദിച്ചായിരുന്നു, എടാ നിനക്ക് പൊട്ടാറ്റോ കറി വേണ്ടാന്നല്ലേ ബിഗ് ബോസ് പറഞ്ഞേക്കണത്, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങനെ പട്ടിണി കിടക്ക്, പൊട്ടാറ്റോ കറി കിടക്കാതെ നിനക്ക് സിമ്പതി കിട്ടും ആൾക്കാരുടെ അടുത്തുനിന്ന്, പ്രേക്ഷകരുടെ അടുത്തുനിന്ന്. അത് പറഞ്ഞപ്പോൾ തന്നെ ആര്യം പറഞ്ഞു, എനിക്ക് വേണ്ട സിമ്പതി ഒന്നും, അയ്യേ എനിക്ക് പൊട്ടാറ്റോ വേണം, ഞാൻ എടുത്ത് കഴിക്കും, ഇങ്ങനെയൊക്കെയാണ് പറയണത്. അങ്ങനെ പറയൂല നോർമലി. ബിഗ് ബോസിൽ പറയുമോ? മലയാളം ബിഗ് ബോസിൽ പറയൂല. ശരിയാണ്, പൊട്ടാറ്റോ കഴിക്കാതെ, അങ്ങനെയൊക്കെ. മനസ്സിലായില്ലേ? അങ്ങനത്തെ കണ്ടസ്റ്റൻസ് അല്ല ഈ സീസൺ. ഒരു പ്രത്യേക ഇതാണ്. അടുത്ത സീസൺ മൊത്തം ഇനി സേഫ് ഗെയിമേഴ്സ് ആവുമെന്തോ, അത് അതിൻ്റെ പണി, അതിൻ്റെ അപ്പുറം എല്ലാം. ഒന്നെങ്കിൽ ആശാനം നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, ആ ഒരു ടൈപ്പാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ്. ഒന്നെങ്കിൽ എല്ലാം ഒടുക്കത്തെ റിയലും നെഗറ്റീവും, അല്ലെങ്കിൽ എല്ലാം ഒടുക്കത്തെ നന്മമരും ഫേക്കും, അതാണ് പ്രശ്നം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിവിൻ അങ്ങനെ 10 പോയിന്റ് കിട്ടി. അനുവിന് ഒരു പണി കിട്ടി. ദീപാവലിയിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റ് കിട്ടത്തില്ല. പിന്നെ 17 പോയിന്റ്. നല്ല പോയിന്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കളക്ട് ചെയ്തിരിക്കുന്നത് ആര്യൻ 20 പോയിന്റ്, ഷാനവാസ് 19 പോയിന്റ്, അനു 17 പോയിന്റ് കേട്ടോ. അപ്പോൾ ഇത് അനുവിൻ്റെ പോയിന്റ് കൂടി വരിക. അനീഷ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക.
അനു സെക്കൻഡ് പൊസിഷനിലേക്ക് വരും കേട്ടാ, പൊങ്ങി പൊങ്ങി നോക്കിക്കോ ഈ കളി കഴിയുമ്പം. അനു മിക്കവാറും ഇങ്ങനെ പോയാൽ അനു ആരിനും കൂടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് ഇവിടെ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ വരേക്കും ബായ്.